ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ വിഴിഞ്ഞം തുറമുഖ തട്ടിപ്പ് പ്രതിക്കെതിരെ ഗുരുതര ആരോപണവുമായി നടി നേഹ സക്സേന. നിരവധി സ്ത്രീകളെ സൽമാനുൽ ഫാരിസ് സാമ്പത്തിക തട്ടിപ്പിനിടയാക്കിയിട്ടുണ്ട് എന്ന് നേഹ സക്സേന റിപ്പോർട്ടറിനോട് പറഞ്ഞു. തന്നെയും സാമ്പത്തികമായി കബളിപ്പിക്കാൻ ശ്രമിച്ചു. ദുബായ് രാജാവിന്റെ മകനെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് കണ്ടെത്തിയപ്പോൾ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. പണം നഷ്ടമായ തന്റെ സുഹൃത്ത് ഭയന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും നേഹ സക്സേന പറഞ്ഞു. വ്യാജ അശ്ലീല വീഡിയോ വഴിയും ഭീഷണിപ്പെടുത്തിയെന്നും നേഹ റിപ്പോർട്ടറിനോട്. മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസിനെതിരെയാണ് ആരോപണം. ഒരുപാട് സ്ത്രീകൾക്ക് ഇവൻ ചെയ്ത ദ്രോഹം ഒരുപാട് സ്ത്രീകൾ അവിടെ കമന്റ് ആക്കിയിട്ടുണ്ട്. വീഡിയോ കോളിൽ വരാൻ പറ്റൂല, പക്ഷെ നീ വീഡിയോ കോളിൽ വാ. അങ്ങനെ വന്നിട്ട് ഒരുപാട് കോൾസ് എല്ലാം ആയി, കുറച്ച് ഇന്റിമേറ്റ് കോൾസ് ആയി. അപ്പൊ ഇവൻ എന്താ ചെയ്തു, അത് ഡൗൺലോഡ് ചെയ്തപ്പോ പിന്നെ ഒരു ദിവസം സ്കൈപ്പില് വീഡിയോ കോളിൽ ഉണ്ടായിരുന്നു ഇയാൾ ആ കുട്ടിയുടെ കൂടെ. സഡൻലി പുള്ളിയുടെ ക്യാമറ ഓൺ ആയിപ്പോയി. അപ്പാണ് ആ പെണ്ണിಗೆ മനസ്സിലായി ഇവൻ 26 years old പ്രിൻസ് റിയാൻ സൽമാൻ. ഇത് പ്രിൻസ് റിയാൻ അല്ല, ഇവൻ ഈ ആളാണ്. അപ്പോ ഈ ആൾ അവൻക്ക് ഭീഷണി തുടങ്ങി. പിന്നെ സ്കൈപ്പ് വീഡിയോ കോളില് ആ പെണ്ണിಗೆ ഇവൻ 2 വട്ടം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. പുള്ളി അയച്ച ഓരോരോ ഇമെയിൽസ് ഞാൻ എല്ലാ സൈബർ പോലീസ്ക്ക് ഞാൻ ഫോർവേഡ് ചെയ്തായിരുന്നു. 2 വർഷം മുമ്പ് ഞാൻ പരാതി കൊടുത്തായിരുന്നു. ആ സമയത്ത് ഇവൻ ഇവിടെ ഇല്ല, ഇവിടെ ഖത്തറിലെ ഹൈഡിങ് ആയിരുന്നു. പിന്നെ ഇവൻക്ക് മനസ്സിലായി എന്റെ അറ്റൻഷൻ എടുക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പൊ വേറെ ഒരു രീതിയിൽ അവൻ ട്രാപ്പ് ചെയ്തു. ഈ പ്രിൻസ് റിയാൻ സൽമാൻ ബിൻ സയ്യിദ് അൽ മക്തും പേരില് ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടായിരുന്നു. ആ ഇൻസ്റ്റാഗ്രാം ഐഡിയില് ഒരുപാട് ഈ ഖത്തർ നാഷണാലിറ്റി ഒരു ആളാണ്. പുള്ളിയുടെ പേരാണ് മുഹമ്മദ് ബിൻ അലി. അത് ഒറിജിനലി ഒരു ആളാണ്. ആ പുള്ളിയുടെ ഫോട്ടോസ് ആണ് ഇവൻ സോഷ്യൽ മീഡിയയില് യൂസ് ചെയ്തിട്ട് ഒരുപാട് പെണ്ണുങ്ങൾക്ക് ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എന്റെ മാനേജർ ഒരു മെസ്സേജ് ശ്രദ്ധിച്ചു. ആ മെസ്സേജ് എന്തായിരുന്നു, ഹൈ നേഹ, ഐ വാണ്ട് ടു ടേക്ക് യു ആസ് എ ബ്രാൻഡ് അംബാസിഡർ ഫോർ കാർട്ടിയർ ബ്രാൻഡ്. സോ ഇതാണ് പുള്ളിയുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഹരിമോഹൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഹരി, വിഴിഞ്ഞം തുറമുഖത്തിന്റെ വലിയ ഒരു പങ്കാളിത്തം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന്റെ പേരിൽ ഈ സൽമാനുൽ ഫാരിസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷെ ഇപ്പോൾ സ്ത്രീകളെ അടക്കം ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ഫോൺ കോളുകൾ, വീഡിയോ ദൃശ്യങ്ങൾ, സാമ്പത്തിക തട്ടിപ്പ്, മറ്റൊരു ഐഡന്റിറ്റി ഉപയോഗിച്ചുള്ള തട്ടിപ്പ്, ഇങ്ങനെ പലതും സൽമാനുൽ ഫാരിസിന് നേരെ വരികയാണ്. ഇത് എന്ത് അധോലോകമാണ്? അത് തീർച്ചയായും സൽമാനുൽ ഫാരിസിനെതിരെ ഉയർന്നിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖ തട്ടിപ്പ് മാത്രമല്ല, അതിനു മുൻപ് തന്നെ സൽമാനുൽ ഫാരിസ് നിരവധിയായിട്ടുള്ള ആളുകളെ തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഉയർന്ന ആരോപണം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സൽമാനുൽ ഫാരിസ് നിരവധിയായിട്ടുള്ള ആളുകളിൽ നിന്ന് പലതരത്തിൽ പല രീതിയിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിലൊരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ നേഹ സക്സേന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഫേക്ക് ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട്, വ്യാജ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന തട്ടിപ്പുകളെല്ലാം തന്നെ നടത്തുന്നത്. ഇപ്പോൾ ഈ കാര്യത്തിൽ തന്നെ നേഹ സക്സേനയോട് സംസാരിക്കുന്നത് ദുബായ് രാജാവിന്റെ മകൻ റയാൻ ബിൻ അഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐഡിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോ ആണെങ്കിൽ മറ്റൊരാളുടേത്. ഇങ്ങനെ നിരന്തരം സംസാരിക്കുക. സിനിമാ താരങ്ങളാണെങ്കിൽ അവർക്ക് ഈ പ്രോഗ്രാം ഷൂട്ടുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ കാർട്ടിയർ വാച്ചിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കാം എന്നടക്കമുള്ള വാഗ്ദാനങ്ങൾ, എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ ഡയറക്ടറാണ് താനെന്നുള്ള അവകാശവാദങ്ങൾ, ഇങ്ങനെ പലതരത്തിലാണ് ഇയാൾ ആളുകളോട് ഇടപെടുന്നത്. അതേസമയം തന്നെ ഗുജറാത്തി സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് നിന്ന് സാമ്പത്തികമായി ഒട്ടേറെ പണം ഇയാൾ തട്ടിച്ചു എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട്. ഇതിൽ പരാതി നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല. കാരണം പരാതി നൽകുന്നതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതായത് മാനസികമായി ആകെ തകർന്നിരിക്കുകയാണ് ആ സ്ത്രീ എന്നുള്ളതാണ് ഇപ്പോൾ നേഹ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. സ്ത്രീകൾ കൂടുതൽ പരാതിപ്പെടാൻ മടിക്കുന്നുണ്ട്. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് പോലീസ് ഇതിന്റെ ക്രിമിനൽ പശ്ചാത്തലം, സൽമാനുൽ ഫാരിസിന്റെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പല ആളുകളിൽ നിന്ന് പണം തട്ടിയതായിട്ടുള്ള ഒരു വ്യക്തത വരുന്നത്. അതായത് ഈ വിഴിഞ്ഞം തട്ടിപ്പിന്റെ ഭാഗമായിട്ട് കൊച്ചി സ്വദേശിനിയായ മറ്റൊരു നടിയിൽ നിന്നും പണം തട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ച്
കഴിയുമ്പോൾ ഇക്കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ ബലാത്സംഗ ഭീഷണി അയക്കുന്നു. ഒപ്പം തന്നെ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മോർഫ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ, വീഡിയോകളൊക്കെ തന്നെ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇയാൾ നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നേഹ സക്സേന നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും അതിൽ പിന്നീട് തുടർ നടപടിയൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഒരു 2 വർഷം മുമ്പ് ആണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് പോലീസ് ഇതിൽ കേസെടുക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. അന്ന് എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പിന്നീട് ആ തട്ടിപ്പുകൾ തുടരില്ലായിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ വിഴിഞ്ഞം തട്ടിപ്പ് പുറത്തു വന്നതോടുകൂടി ഇനിയിപ്പോൾ തന്റെ പരാതി വീണ്ടും നൽകാൻ വേണ്ടിയുള്ള ഒരു ആലോചനയിലേക്ക് കൂടിയാണ് നടി കടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സൽമാനുൽ ഫാരിസിനെതിരെ കൂടുതൽ കേസുകൾ വരും ദിവസങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിന്റെ ചുരുക്കം. എന്തായാലും ഈ വിഴിഞ്ഞം തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പണത്തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് 300 കോടി രൂപയുടെ ഒരു കരാർ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് നിക്ഷേപം ഇടാൻ വേണ്ടിയാണ് ഈ വ്യവസായ പ്രമുഖരെ അടക്കം ഇയാൾ ക്ഷണിച്ചത്. അതിനുവേണ്ടി ഒരു ബിസിനസ് സമ്മിറ്റ് വരെ കൊച്ചിയിൽ നടത്തി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും കൗതുകം. അപ്പോൾ വലിയ രീതിയിലുള്ള സ്കെയിലൊന്നുമല്ല, അതാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തട്ടിപ്പുകളുമായിട്ടാണ് ഈ സൽമാനുൽ ഫാരിസ് രംഗത്ത് വന്നിരിക്കുന്നത്.